ഹായ് നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് പന്നി കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു. മിക്ക വീടുകളിലും ഒന്നും രണ്ടും പന്നികളൊക്കെ ഉണ്ടായിരുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മിക്കവരും ഈ പന്നികളെ വളർത്തിയത്. ഇതൊരു നാടൻ പന്നികളായിരുന്നു ഇത് കൂടുതലായിട്ടും. പിന്നീട് പന്നി കൃഷി ഒരു വ്യാവസായ അടിസ്ഥാനത്തിൽ വളർന്നു പോകണേ കൂടുതലായിട്ടും ബ്രോയിലർ പന്നികളെ വളർത്തുവാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ നാടൻ പന്നികൾ പല ഫാമുകളിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ച ഉണ്ടായി. എന്നാൽ എറണാകുളത്ത് ഒരു സ്ഥലത്ത് വളരെ ഭംഗിയിൽ നാടൻ പന്നികളുടെ ബ്രീഡിംഗ് യൂണിറ്റ്, അത് വംശനാശ ഭീഷണി നേരിടുന്ന നാടൻ ഇനങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരുടെ ഒരു ബ്രീഡിംഗ് യൂണിറ്റ് നടത്തുന്ന ഒരു കർഷകനുണ്ട്. ആ കൃഷി വിശേഷങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൽ ഇന്ന് വളരെയേറെ പന്നി ഫാമുകൾ കാണപ്പെടാറുണ്ടെങ്കിലും കേരളത്തിൻ്റെ തനതിനങ്ങളായ നാടൻ പന്നികളെ പരിപാലിക്കുന്ന ഫാമുകൾ വളരെ കുറവാണ്. പന്നികളെ കൂടുതലായും ഇറച്ചിക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ കർഷകർ എപ്പോഴും താല്പര്യം കാട്ടുന്നത് ബ്രോയിലർ ഇനങ്ങളോടാണ്. അങ്ങനെ പതിയെ ഈ നാടൻ ഇനങ്ങൾ ഫാമുകളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു തുടങ്ങി. ഇവയ്ക്ക് വംശനാശ ഭീഷണിയും നേരിട്ടു. അങ്ങനെയാണ് ബിജു എന്ന കർഷകൻ എറണാകുളം ജില്ലയിലെ തൻ്റെ വീടിനോട് ചേർന്ന് നാടൻ പന്നികളെ പരിപാലിച്ച് കുട്ടികളെ കർഷകർക്ക് വിതരണം ചെയ്യുന്ന ബ്രീഡിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ഫാമിൽ നിന്ന് ബിജു ആയിരക്കണക്കിന് പന്നിക്കുഞ്ഞുങ്ങളെ പല കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. വിപണി പ്രാധാന്യം കൊണ്ടും വില കൊണ്ടും രുചി കൊണ്ടുമൊക്കെ ഈ നാടൻ പന്നികൾ കേമന്മാരാണെന്ന് മാത്രമല്ല, നല്ല പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ കർഷകർക്ക് നഷ്ടം വരാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാടൻ പന്നികൾ. ഇതാണ് കേരളത്തിൻ്റെ തനത് നാടൻ പന്നി എന്ന് പറയുന്ന വർഗം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ബ്രീഡിങ്ങും അതുപോലെ വളർത്തലും ഒക്കെ കർഷകർ വളരെ കുറച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രോയിലർ പന്നിയുടെ വരവോടുകൂടിയാണ് ഇത് കുറഞ്ഞു പോയത്. പക്ഷേ ബ്രോയിലർ പന്നി ഇതിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ബ്രോയിലർ പന്നിക്ക് എപ്പോഴും കണ്ട അസുഖങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒരു പുതിയ അസുഖം വന്നേക്കണ ആഫ്രിക്കൻ ഫീവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് വന്നു കഴിഞ്ഞാൽ കൂട് അടച്ച് അല്ലെങ്കിൽ ഫാം അടച്ച് നശിച്ചു പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കാൻ കഴിവുള്ള ഒരു പന്നി വർഗ്ഗമാണ് നമ്മുടെ ഈ നാടൻ പന്നി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതുപോലെ ഇതിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രുചികരവും. മറ്റേ പന്നിയുടെ ഇറച്ചിയും ഈ പന്നിയുടെ ഇറച്ചിയും തമ്മിൽ ആനയാടും അതിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ ഇത് വളർത്താനും മറ്റേ പന്നിയെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവാണ്. വളർത്തുന്ന ഷെഡ് അല്ലെങ്കിൽ ഫാമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോശമായ സ്മെല്ലോ അമിതമായ സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഇവർ കിടക്കുകയും. ഇതിനെ ഇപ്പം അങ്കമാലി പന്നി എന്നാണ് അറിയപ്പെടുന്നത്. അങ്കമാലി ബ്ലാക്ക് എന്ന. അതായത് ഇവിടെ പുറത്തുനിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഏതോ റിസർച്ച് വിങ് വന്ന് അവർ ഇട്ട പേരാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ അങ്കമാലി പന്നി എന്ന് പറയാൻ അങ്കമാലി മാത്രമല്ല ഇതുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോതമംഗലം, പെരുമ്പാവൂർ, തൊടുപുഴ, മൂവാറ്റുപുഴ, പാല ഈ സർക്കിളിലാണ് ഏറ്റവും കൂടുതൽ. കാരണം കാർഷിക മേഖലയാണല്ലോ ഇവിടെയാണിത് ധാരാളമായിട്ട് പണ്ട് മുതലേ ഉള്ളത്. ഇവർക്ക് കളർ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നെറ്റിയിലും അല്ലെങ്കിൽ 4 കാലിലും ഒക്കെ വെള്ളപ്പാണ്ടുകൾ ഉണ്ടാവും. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതിപ്പോൾ ഇല്ലാത്തതിനെ നമ്മൾ സെലക്ട് ചെയ്ത് വളർത്തി ബ്രീഡ് ചെയ്യിപ്പിച്ചാലും അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഇതുപോലെയുള്ള പാടുകൾ, വയറിൻ്റെ ഭാഗത്ത് വെള്ളപ്പാണ്ട്, 2 കൈയിലും കാലിലും ഒക്കെ സോക്സ് ഇട്ട പോലെ ഈ വെളുത്ത പാടുകൾ, അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മൾ കൂടുതൽ കാലം വളർത്തി കഴിഞ്ഞാൽ കൂടുതൽ വളരും. കാരണം ഇപ്പോൾ അപ്പുറം നിൽക്കണ ഒരു 90 കിലോ തന്നെ ഒരു പന്നിയാണ് അപ്പുറം നിൽക്കണം. നമുക്ക് മീറ്റ് ആവശ്യത്തിന് നമ്മൾ നല്ല രീതിയിൽ വളർത്തുവാണെങ്കിൽ ഒരു 10 മാസം കൊണ്ട് ഒരു 60-നും 70-നും ഇടയിൽ മീറ്റ് കിട്ടും. ആ ഒരു രീതിയിൽ ആണെങ്കിൽ കറക്റ്റായിരിക്കും. അതല്ല അതിന് മുന്നോട്ട് വീണ്ടും വളർത്തിയാൽ വീണ്ടും ഇത് വണ്ണം വയ്ക്കും. തടി വയ്ക്കുമ്പോൾ ഇറച്ചിയല്ല കൂടുന്നത്, കൊഴുപ്പാണ് കൂടുന്നത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബ്രോയിലർ പന്നി ഒരെണ്ണം കഴിക്കുന്ന ഭക്ഷണം ഉണ്ട് ഇവർക്ക് 4 പേർക്ക് കൊടുക്കാം. ഇത് പച്ചക്കറി തൊട്ട് ഫുഡ് വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം കഴിക്കും.